അനന്തമായ ആകാശഗംഗയിലെ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾക്കിടയിൽ മനുഷ്യജീവിതത്തിന്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്നതിൽ ജ്യോതിഷത്തിന് സവിശേഷമായ സ്ഥാനമാണുള്ളത്. ഭാരതീയ ജ്യോതിഷ പാരമ്പര്യമനുസരിച്ച് 27 നക്ഷത്രങ്ങളിൽ രണ്ടാമത്തേതാണ് ഭരണി. മേടം രാശിയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ നക്ഷത്രം ഊർജത്തിന്റെയും പരിവർത്തനത്തിന്റെയും പ്രതീകമാണ്. ഭരിക്കുവാൻ കഴിവുള്ളവനല്ലെങ്കിൽ താങ്ങുന്നവനെന്നൊക്കെ അർത്ഥം വരുന്ന ഭരണി എന്ന പേര് തന്നെ ഈ നക്ഷത്ര ജാതകരുടെ വ്യക്തിത്വത്തിന്റെ കരുത്ത് വിളിച്ചോതുന്നു. ഭരണി നക്ഷത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ തെളിയുന്നത് വൈരുദ്ധ്യങ്ങളുടെ ഒരു അപൂർവ സംഗമമാണ്. ഒരു വശത്ത് പ്രണയത്തിന്റെയും ആഡംബരത്തിന്റെയും കലയുടെയും അധിപനായ ശുക്രൻ ഈ നക്ഷത്രത്തിന്റെ അധിപനായി നിലകൊള്ളുന്നു. മറുവശത്ത് മരണത്തിന്റെ പ്രഭുവും നീതിയുടെ ദേവനുമായ യമധർമ്മരാജൻ ഈ നക്ഷത്രത്തിന്റെ ദേവതയായി വാഴുന്നു. സൗന്ദര്യവും കാർക്കശ്യവും സൃഷ്ടിയും സംഹാരവും കരുണയും കണിശതയും ഒരേപോലെ ഒളിപ്പിച്ചു വെച്ച ഒരു മാന്ത്രിക പെട്ടിയാണ് ഭരണി നക്ഷത്രക്കാർ എന്ന് പറയാം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ഒരാളെ തിരിച്ചറിയുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. അവരുടെ കണ്ണിൽ ഒരു പ്രത്യേക തിളക്കവും സ്വഭാവത്തിൽ ഒരു തരം ആധികാരികതയും ഉണ്ടായിരിക്കും. അവർ ആരുടെയും തണലിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നവരല്ല. സ്വന്തം വഴി സ്വയം വെട്ടിത്തെളിക്കാനും പ്രതിബന്ധങ്ങളെ ചവിട്ടുപടികളാക്കി മാറ്റാനും ജന്മന ഇവർക്കൊരു വാസനയുണ്ട്. കല്ലും മുള്ളും നിറഞ്ഞ പാതയാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിച്ചേരുമെന്ന നിശ്ചയദാർഢ്യം ഇവരുടെ സിരകളിൽ ഒഴുകുന്നു. ചിലപ്പോൾ ഇവർ പരുഷമായി പെരുമാറുന്നവരാണെന്ന് ലോകത്തിന് തോന്നിയേക്കാം. സത്യസന്ധതയും സദാചാരബോധവും മുറുകെ പിടിക്കുന്ന ഇവർ കാര്യങ്ങൾ വളച്ചൊടിക്കാതെ നേരിട്ട് പറയാൻ ഇഷ്ടപ്പെടുന്നു. മുഖസ്ഥിതി പറഞ്ഞ് മറ്റുള്ളവരെ സുഖിപ്പിക്കുന്നത് ഇവരുടെ രീതിയല്ല. അതുകൊണ്ട് തന്നെ ശത്രുക്കളും ഇവർക്കല്പം കൂടുതലായിരിക്കും. എന്നാൽ ആ പരുക്കൻ പുറന്തോടിനുള്ളിൽ അതിയായ സ്നേഹവും കാരുണ്യവും കരുതി വെച്ച ഒരു ഹൃദയമുണ്ടെന്ന് അവരുമായി അടുത്തു നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. ഒരു ആനയെ പോലെയാണ് ഭരണി നക്ഷത്രക്കാർ. ശാന്തനായിരിക്കുമ്പോൾ അങ്ങേയറ്റം സൗമ്യനും സ്നേഹനിധിയും, എന്നാൽ പ്രകോപിതനായാൽ തടയാനാവാത്ത ശക്തിയായി ഇവർ മാറും. ജീവിതത്തിന്റെ ഏത് തുറകളിലായാലും ഭരണി നക്ഷത്രക്കാർ തങ്ങളുടെ മുദ്ര പതിപ്പിക്കും. ഭരണരംഗത്തായാലും കലാരംഗത്തായാലും നീതിന്യായ മേഖലയിലായാലും അവർക്ക് മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കാൻ സാധിക്കും. ശുക്രന്റെ സ്വാധീനം ഇവരെ കലയോടും ഭംഗിയുള്ള വസ്തുക്കളോടും അടുപ്പിക്കുമ്പോൾ യമന്റെ സാന്നിധ്യം ഇവരെ കണിശമായ അച്ചടക്കത്തിലേക്കും ധർമ്മബോധത്തിലേക്കും നയിക്കുന്നു. ഈ രണ്ട് ഘടകങ്ങളുടെയും സന്തുലിതമായ ഒത്തുചേരലാണ് ഭരണിക്കാരെ ഒരു സമ്പൂർണ്ണ വ്യക്തിത്വത്തിന് ഉടമകളാക്കുന്നത്. ഭരണി നക്ഷത്രക്കാരുടെ ജന്മസിദ്ധമായ ഗുണങ്ങൾ, അവരുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അത് കേവലം ഒരു ജ്യോതിഷ പ്രവചനത്തിനപ്പുറം ഒരു മനുഷ്യന്റെ ആന്തരിക ശക്തിയെ തിരിച്ചറിയുന്ന പ്രക്രിയയായി മാറുന്നു. ജീവിതത്തിന്റെ കയ്പും മധുരവും ഒരുപോലെ നുകരാൻ വിധിക്കപ്പെട്ട, എന്നാൽ ഒടുവിൽ വിജയകിരീടം ചൂടുന്ന ഭരണി നക്ഷത്രക്കാരുടെ ആവേശകരമായ ജീവിതയാത്രയിലേക്ക് നമുക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രഭാവം ഉള്ളവരാണ്. ശുക്രന്റെ സൗന്ദര്യവും ആകർഷണീയതയും ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് യമന്റെ നീതിബോധവും കാർക്കശ്യവും ഇവരിൽ കാണാം. ഇവർക്ക് സ്വന്തമായ നിലപാടുകൾ ഉണ്ടാകും. മറ്റൊരാളുടെ സ്വാധീനത്തിന് വഴങ്ങി സ്വന്തം വ്യക്തിത്വം പണയപ്പെടുത്താൻ ഇവർ തയ്യാറാവില്ല. ഇവർ സത്യസന്ധരാണ്. ഏത് കാര്യവും മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് പരുഷമായി തോന്നാമെങ്കിലും കള്ളം പറയുന്നതിനേക്കാൾ സത്യം പറയുന്നതിലാണ് ഇവർ വിശ്വസിക്കുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് പ്രകൃതിദത്തമായി ലഭിച്ചിട്ടുള്ള ചില സവിശേഷ ഗുണങ്ങൾ നോക്കുമ്പോൾ ഒരിക്കൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുന്നത് വരെ വിശ്രമമില്ലാത്തവരാണിവർ. തടസ്സങ്ങൾ എത്ര വലുതാണെങ്കിലും അവയെ ചവിട്ടുപടികളാക്കി മാറ്റാൻ ഇവർക്ക് കഴിയും. തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളികളാണ് ഭരണി നക്ഷത്രക്കാർ. യമദേവനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ എന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. പഴയതിനെ നശിപ്പിച്ച് പുതിയതിനെ സൃഷ്ടിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഒരു സ്ഥാപനത്തിലോ കുടുംബത്തിലോ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കും. ശുക്രൻ അധിപനായതിനാൽ കല, സാഹിത്യം, സംഗീതം, സിനിമ തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് സ്വാഭാവികമായ താല്പര്യവും കഴിവുമുണ്ടാകും. ഭംഗിയുള്ള വസ്തുക്കളോടും ആഡംബരത്തോടും ഇവർക്ക് പ്രത്യേക മമതയുണ്ട്. നല്ല വസ്ത്രധാരണത്തിലും ശുചിത്വത്തിലും ഇവർ ശ്രദ്ധാലുക്കളായിരിക്കും. പുറമേ കഠിനമെന്ന് തോന്നാമെങ്കിലും ഉള്ളിൽ വളരെ മൃദുവായ ഹൃദയമുള്ളവരാണ് ഭരണി നക്ഷത്രക്കാർ. സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ ഇവർ കൈവിടില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഇവർക്ക് മടിയില്ല. ഭരണി നക്ഷത്രക്കാരുടെ മനസ്സ് എപ്പോഴും സജീവമായിരിക്കും. ഇവർ ഒരു കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇവർക്ക് വികാരങ്ങൾ നിയന്ത്രിക്കാൻ ചിലപ്പോൾ പ്രയാസം നേരിടാറുണ്ട്. ദേഷ്യം വന്നാൽ അത് നിയന്ത്രിക്കാൻ ഇവർക്ക് പെട്ടെന്ന് കഴിയില്ല. എന്നാൽ ദേഷ്യം മാറിക്കഴിഞ്ഞാൽ ഇവർ പഴയതുപോലെ ശാന്തരാകുകയും ചെയ്യും. സ്വതന്ത്ര ചിന്താഗതിക്കാരായ ഇവർ മറ്റുള്ളവരുടെ അനാവശ്യമായ ഇടപെടലുകളെ ഇഷ്ടപ്പെടില്ല. സ്വന്തം വഴി വെട്ടിത്തെളിക്കാനാണ് ഇവർക്ക് താല്പര്യം. ഭരണി നക്ഷത്രക്കാർ ഏത് മേഖലയിൽ ജോലി ചെയ്താലും അവിടെ തങ്ങളുടെ മുദ്ര പതിപ്പിക്കാൻ ശ്രമിക്കും. ഭരണപരമായ കഴിവുകൾ ഇവർക്ക് ജന്മന ഉള്ളതാണ്. മികച്ച മാനേജർമാരോ അഡ്മിനിസ്ട്രേറ്റർമാരോ ആകാൻ ഇവർക്ക് കഴിയും. ശസ്ത്രക്രിയ, ഗൈനക്കോളജി തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കാറുണ്ട്. അഭിനയം, മോഡലിംഗ്, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയവ ഇവർക്ക് അനുയോജ്യമാണ്. നീതിബോധം കൂടുതലുള്ളതിനാൽ അഭിഭാഷകരായോ ജഡ്ജിമാരായോ ഇവർ തിളങ്ങും.
സ്വന്തമായി ബിസിനസ് തുടങ്ങാനും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് പ്രത്യേകം എടുക്കുണ്ട്. കുടുംബത്തോട് വലിയ സ്നേഹം പുലർത്തുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ. മാതാപിതാക്കളെയും പങ്കാളിയെയും ഇവർ ഒരുപോലെ ബഹുമാനിക്കുന്നു. എന്നാൽ ഇവരുടെ മുൻകോപവും കർക്കശമായ നിലപാടുകളും കുടുംബത്തിൽ ചിലപ്പോൾ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. എങ്കിലും പങ്കാളിയോട് വിശ്വസ്തത പുലർത്തുന്നവരും കുട്ടികളെ മികച്ച രീതിയിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും ഇവർ. സ്ത്രീകൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചാൽ അവർ കുടുംബത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കും. എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ പോരായ്മകളും ഉണ്ടാകാം. ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്നത് ഇവരുടെ വ്യക്തിബന്ധങ്ങളെ ബാധിച്ചേക്കാം. താൻ ചെയ്യുന്നത് ശരി എന്ന ഉറച്ച വിശ്വാസം ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കാം. മറ്റുള്ളവരുടെ പോരായ്മകളോട് ഇവർക്ക് അല്പം അസഹിഷ്ണുത ഉണ്ടായിരിക്കും. എല്ലാവരും തങ്ങളെപ്പോലെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. ഭരണി നക്ഷത്രം മേടം രാശിയിൽ 13°20' മുതൽ 26°40' വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇതിനെ 4 പാദങ്ങളായി തിരിച്ചിരിക്കുന്നു. ചിങ്ങം നവാംശത്തിൽ ഉൾപ്പെട്ട ഭരണി 1-ാം പാദക്കാർ ആത്മവിശ്വാസം കൂടുതലുള്ളവരായിരിക്കും. നേതൃത്വ ഗുണവും ധൈര്യവും ഇവരുടെ പ്രത്യേകതയാണ്. കന്നി നവാംശത്തിൽ ഉൾപ്പെട്ട ഭരണി 2-ാം പാദക്കാർ ബുദ്ധിശാലികളും പ്രായോഗികമായി ചിന്തിക്കുന്നവരുമായിരിക്കും. സേവന സന്നദ്ധത ഇവരിൽ കൂടുതലായി കാണാം. തുലാം നവാംശത്തിൽ ഉൾപ്പെട്ട ഭരണി 3-ാം പാദക്കാർ ശുക്രന്റെ സ്വാധീനത്തിൽ ഉൾപ്പെടുന്നവരാണ്. ഇവർക്ക് കലാവാസനയും സൗന്ദര്യബോധവും കൂടുതലായിരിക്കും. ഇവർ നല്ല നയതന്ത്രജ്ഞരായിരിക്കും. വൃശ്ചിക നവാംശത്തിൽ ഉൾപ്പെട്ട ഭരണി 4-ാം പാദക്കാർ അല്പം രഹസ്യാത്മകമായ സ്വഭാവമുള്ളവരാണ്. കഠിനാധ്വാനികളും ഏതു വെല്ലുവിളികളെയും നേരിടാൻ തയ്യാറുള്ളവരുമായിരിക്കും. ഭരണി നക്ഷത്രക്കാർ പൊതുവെ ആരോഗ്യവാന്മാരായിരിക്കും. എങ്കിലും ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ, തലവേദന, കണ്ണിന് അസ്വസ്ഥതകൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ഇവർക്ക് നല്ലതാണ്. അമിതമായ ജോലിഭാരം മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാതെ നോക്കണം. ഭാഗ്യദിനങ്ങൾ വെള്ളി, ചൊവ്വ. ഭാഗ്യനിറം വെളുപ്പ്, ചുവപ്പ്. ഭാഗ്യരത്നം വൈരം. ശുക്രപ്രീതിക്കായി വൈരം ധരിക്കുന്നത് ഗുണകരമാണ്. ഭാഗ്യ നമ്പർ 9, 6. ശുക്രൻ അധിപനായതിനാൽ മഹാലക്ഷ്മിയെ ആരാധിക്കുന്നത് ഐശ്വര്യത്തിന് കാരണമാകും. വെള്ളിയാഴ്ചകളിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമമാണ്. നീതിപൂർവമായ ജീവിതം നയിക്കുന്നത് വഴി യമദേവന്റെ അനുഗ്രഹം നേടാം. തിങ്കളാഴ്ചകളിലോ പ്രദോഷ ദിവസങ്ങളിലോ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് മനസ്സമാധാനത്തിന് സഹായിക്കും. എന്നാൽ ഈ നേട്ടങ്ങൾക്കപ്പുറം യമന്റെ കണിശതയും ശുക്രന്റെ ആസക്തിയും പോലുള്ള ചില കാണാപ്പുറങ്ങൾ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്താം. ഈ വെല്ലുവിളികളെ മനസ്സിലാക്കുകയും ശരിയായ പ്രതിവിധികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ ഭരണി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സമഗ്രമായ വിജയം നേടാൻ സാധിക്കും. ധർമ്മം മുറുകെ പിടിച്ച് കരുണയും സ്നേഹവും പ്രകടിപ്പിച്ച് ഭൗതികവും ആത്മീയവുമായ സന്തോഷങ്ങൾ സമന്വയിപ്പിച്ച് അവർക്ക് മുന്നോട്ടു പോകാൻ കഴിയും. ഭരണി നക്ഷത്രക്കാർ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ കീഴടക്കാൻ ജനിച്ചവരാണ്. കഠിനാധ്വാനം ചെയ്യാനുള്ള മടിയും നിരാശയും ഇവരുടെ നിഘണ്ടുവിലില്ല. ദേഷ്യം അല്പം നിയന്ത്രിക്കാനും മറ്റുള്ളവരോട് വിട്ടുവീഴ്ച മനോഭാവം കാണിക്കാനും ശീലിച്ചാൽ ഭരണി നക്ഷത്രക്കാരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ജീവിതത്തിന്റെ അഗ്നിപരീക്ഷകളിൽ തളരാതെ ചുട്ടുപഴുത്ത മണ്ണിലൂടെ നടന്ന് വിജയം വെട്ടിപ്പിടിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. അത് ശരിയായ ദിശയിൽ ഉപയോഗിച്ചാൽ ലോകം നിങ്ങളുടെ മുന്നിൽ നമിക്കും.